മൈക്കോൺ ചേരാ നീ ഇത് മൈക്കോൺ ആക്കിയത്. ഇയർഫോൺ വേണ്ട, ഫോണിലല്ലേ ക്ലാസ് കേൾക്കുന്നത്, ഇയർഫോൺ എന്തിനാ? നോർമലി ഫോണിൽ വിളിക്കുന്നല്ലേ. ഫോണിൽ മൈക്കാവാത്ത പ്രശ്നമൊന്നുമില്ല. നീ ഫോൺ വിളിക്കല്ലേ നോർമലായിട്ട്? ശരി ശരി, ഓക്കെ ഓക്കെ, അപ്പൊ പ്രോബ്ലം നോക്കും. ഇന്നലെ ചെയ്ത പ്രോബ്ലം നമുക്ക് എന്താ കണ്ടീഷൻ തന്നിട്ടുണ്ട്? ഡയമീറ്റർ 3 meter തന്നിട്ടുണ്ട്. Then we need to find out the force. So force is equal to rho g into ah bar വരും, right? Force is equal to rho g into ah bar. So area will be equal to pi d square by 4. We already find out the area value. Then we need to find out the h bar, right? We need to find out the h bar. Vishnu, എങ്ങനെ h bar കണ്ടുപിടിച്ചേ? എങ്ങനെയാ h bar എങ്ങനെ കണ്ടുപിടിച്ചേ? മറ്റേ വലിയ ട്രയാങ്കിൾ എടുത്തിട്ട് തീറ്റ കണ്ടുപിടിച്ചു. ഏതാ വലിയ ട്രയാങ്കിൾ എന്ന് ഡയമെൻഷൻ പറഞ്ഞേ? ഓക്കെ, ബി ഇ ആണോ? ഏതാ വലിയ ട്രയാങ്കിൾ? ഇതാണോ വലിയ ട്രയാങ്കിൾ? ഓക്കെ 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 ഓക്കെ, സോറി. ഓക്കെ, പറ. എങ്ങനെ തീറ്റാണ് പഠിച്ചത്? ABC ട്രയാങ്കിൾ. ABC. ഓക്കെ, ABC ട്രയാങ്കിൾ വെച്ചിട്ട്, ഓക്കെ ABC ട്രയാങ്കിൾ വെച്ചിട്ട് തീറ്റ കണ്ടുപിടിച്ചു. എങ്ങനെ? ഏതൊക്കെ ഡയമെൻഷൻസ് യൂസ് ചെയ്ത്? 4 - 1.5 എടുത്തു AB. ഓക്കെ, 4 - 1.5 എടുത്ത AB-ന്റെ ലെങ്ത് കിട്ടും അല്ലേ? AB is equal to 4 - 1.5. ഓക്കെ, then AB കിട്ടി. പിന്നെ BC 3 meter. BC 3 meter. നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. BC 3 meter, AB കിട്ടി. ഇനി തീറ്റ അപ്പോ 56 ഡിഗ്രി എന്നൊക്കെ കിട്ടി. തീറ്റന്റെ ഇക്വേഷൻ എന്താ വരിക? സൈൻ തീറ്റയല്ലേ എടുത്തത്? 2.5/3. 2.5/3 വരും. So theta value will be equal to 56 degree. 56 degree. ഓക്കെ, തീറ്റ കിട്ടി. അത് വേണ്ട എന്ത് ചെയ്യാം? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തീറ്റ കണ്ടുപിടിച്ചത്? h bar. h ബാറിന്റെ ഇക്വേഷൻ എന്താ വരിക? 1.5 plus 1.5 sin theta. ഒന്ന് നൊട്ടേഷൻ വെച്ച് പറഞ്ഞ h bar is equal to 1.5 പ്ലസ്, അതായത് ടോട്ടൽ h bar എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. സോ 1.5 എടുത്തും വരും അല്ലേ, പ്ലസ് ഈ ലെങ്ത്തും അല്ല, അങ്ങനല്ലേ? അപ്പൊ എന്തിനാ 1.5 പ്ലസ് പിന്നെ 1.5 sin theta. 1.5 ഏതാണ്? 1.5 sin theta കിട്ടുന്നത് ഈ പകുതി വെച്ചിട്ടല്ലേ? അതായത് ഈ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ സ്മോൾ ട്രയാങ്കിൾ എടുത്തു, ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു?
This will be the total diameter. E dimension എന്ന് പറയുന്നത് radius of the circle ആയിരിക്കും. So it will be 1.5. Total 3 meter ആണെങ്കിൽ ഇത് 1.5 meter ആയിരിക്കും. So E dimensions എന്ന് പറയുന്നത് ഈ ചെറിയ small dimension എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 1.5 sin theta എന്ന് കിട്ടും. 1.5 plus 1.5 sin theta. Okay? Theta value നമ്മളോട് കണ്ടുപിടിച്ചു. അല്ല sin theta 2.5/3 കൊടുത്താലും മതി. Okay, 1.5 plus 1.5 into 2.5/3. H bar value. H bar value എന്ന് വിളിച്ചത് അമിത് എഴുതുമ്പോഴേ ചെയ്തിനി അമിത് അപ്പൊ എത്ര വരെ ചെയ്തത്? ഇത് എച്ച് ബാർ കണ്ടുപിടിച്ചല്ലോ. എച്ച് ബാർ കണ്ടുപിടിച്ചത് വാല്യൂ പറഞ്ഞ എത്ര വരും എച്ച് ബാറിന്റെ വാല്യൂ? ഇത്രയും നിശാഖ എച്ച് ബാറിന്റെ വാല്യൂ വരും? .74 meters, right? 2.74 meters. Okay, അപ്പൊ എച്ച് ബാർ കിട്ടി. Then അടുത്ത സ്റ്റെപ്പ് എന്താ നിശാഖ? അടുത്ത സ്റ്റെപ്പ് എച്ച് ബാർ കണ്ടുപിടിച്ചു. എച്ച് ബാർ കണ്ടുപിടിച്ചെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? Total pressure. F is equal to rho g H bar. H bar. So rho is equal to 1000 G 9.81 into area value. Area എത്രയായിരുന്നു? Area എത്രയായിരുന്നു? 7.06. 7.06 into 2.74. ഇതിന്റെ ആൻസർ വരും നോക്കിയാ. ആൻസർ വരും. ഫോഴ്സിന്റെ ആൻസർ എത്ര വരുന്നത്? ടോട്ടൽ പ്രഷർ ഫോഴ്സ് എത്ര വരിക? 189,768.564. എത്ര? 189,768.564. 187 189. ക്ലിയർ അല്ല എനിക്ക് പറയുന്നത്. ഒന്നൂടെ പറഞ്ഞേ. ജസ്റ്റ് 18976 8.564 Newton. ഈ ആൻസറിന് എല്ലാവരും കിട്ടുന്നത് then total pressure force കണ്ടുപിടിച്ചു. total pressure force കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ? ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ എന്താ പറയാ?
ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്ത് പറയും? എന്താ നിങ്ങളുടെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാ? ഏത് പോയിന്റിലാണ്? സെന്റർ ഓഫ് പ്രഷർ. സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? IG sin square theta by AH bar plus H dash. H bar plus H dash. H dash രണ്ടും H dash. ഏഹ് രണ്ടും H. രണ്ട് H ആണോ? H bar. ആ ഒന്ന് IG-ന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ചേ. IG-ന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഇന്നലെ പറഞ്ഞത്? IG-ന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഇന്നലെ പറഞ്ഞത്? സർക്കിൾ ഓഫ് പ്ലേറ്റിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യൽ അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താ പറഞ്ഞത് ഇന്നലെ? ആ സർ. എന്താ പറഞ്ഞത് ഇന്നലെ ഇക്വേഷൻ? 5/64. 5/64 d raised to 4. 5/64 into d raised to 4. ഇത്ര വാല്യൂ വരും ഒന്ന് കണ്ടുപിടിച്ച്. മുത്താസിം ക്ലാസ്സിലുണ്ടോ? മുത്താസിം എന്താ ലേറ്റ് ആയ ക്ലാസ്സിൽ കയറാൻ? സോറി ലേറ്റ് ആയി പോയി. ക്ലാസ് 8:30 തുടങ്ങും. 8:30 തന്നെ കാരണം കേട്ടാ. അപ്പൊ വാല്യൂ പറ. IG-ന്റെ വാല്യൂ എന്താ വരിക? IG-ന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞാണ് IG equal to pi d raised to 4 divided by 64, right? D-ന്റെ വാല്യൂ 3 മീറ്റർ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. സോ 5/64 into 3 raised to 4 വരും. സോ IG വാല്യൂ എത്ര വരിക? എത്രയാ പത്തേ? IG-ന്റെ വാല്യൂ 10. ക്ലാസ്സിലുണ്ടോ? എത്ര IG-ന്റെ വാല്യൂ വരുന്നത്? 3.97 meter raised to 4 വരും, right? Then IG കിട്ടി. ഇനി എന്താ? H star center of pressure H star is equal to IG sin square theta divided by H bar plus H bar എന്ന് വരും, right? ഇതിലൊക്കെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് H സ്റ്റാറിന്റെ വാല്യൂ കണ്ടുപിടിച്ച ഈ വാല്യൂസ് ഒക്കെ നമുക്കറിയാം. സൈൻ തീറ്റ നമുക്കറിയാം, ഏരിയ നമുക്കറിയാം, H ബാർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. then IG വാല്യൂ ഇപ്പൊ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് H സ്റ്റാറിന്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞാൽ H സ്റ്റാറിന്റെ വാല്യൂ
What is the value of H star? Akash, value. Akash. sir. H star value. എന്താ ആകാശ് H സ്റ്റാറിന്റെ ഇക്വേഷൻ? ആകാശ് കേൾക്കണ്ടോ? എന്താ H സ്റ്റാറിന്റെ ഇക്വേഷൻ? എന്താ പറഞ്ഞ ആകാശ്? ആകാശം മൈക്ക് ഓഫ് ചെയ്യണ്ട, സംസാരിക്കും. 2 point something value വരും. 2 point 2 point something sorry 7 2.7 സർ വരും. എന്താ ഇക്വേഷൻ എഴുതിയ നീ? സർ ഇക്വേഷൻ I സ്ക്വയർ അല്ലേ ബൈ എ. നീ എന്താ ഇക്വേഷൻ എഴുതി അത് വായിക്കേ? നോട്ടില് IG പ്ലസ് അല്ല IG ഡിവൈഡ് ബൈ എ എച്ച് ഡാഷ് സർ സൈൻ സ്ക്വയർ തീറ്റ സർ പ്ലസ് 5 അതല്ലേ വരും? പ്ലസ് 5 പ്ലസ് എച്ച് ഡാഷ് എച്ച് ഡാഷ് എഴുതിയില്ല, എച്ച് ബാറിൽ എഴുതിനി. IG സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാറിൽ ഞാൻ എഴുതിനി. നോട്ടിലുണ്ടോ ഇത് പ്രോബ്ലം? നോട്ടിൽ എഴുതിന പ്രോബ്ലം ഉള്ള തന്നെ? ഫുള്ളായിട്ട് അയച്ചോ സർ? ഇനിയെന്ന് എഴുതാൻ ബാക്കി? മേലത്തെ അത് മേലത്തെ ഒന്നും എഴുതാനി? എന്തിന്? എന്താ ആകാശം നീ പറയുന്നത്? ചോദിക്കുന്നതിന് ക്ലിയർ ആയിട്ട് മറുപടി പറ. ഫുള്ളായിട്ട് എഴുതിയില്ല, എൻ്റെ സ്റ്റെപ്സും പിന്നെ എന്താ ബാക്കി ആരാ എഴുതും അപ്പൊ? അല്ല ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോ? ഇപ്പം തന്നെ ഈ ഓരോ സ്റ്റെപ്പ് എഴുതുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം തന്നിട്ടില്ല എഴുതുന്നത്, പിന്നെ എന്തിനീ സ്റ്റെപ്പ് മാത്രം എഴുതി വെച്ചിട്ട് അവിടെ വെക്കുന്നത്? സ്റ്റാർ വാല്യൂ വിൽ ബി 2 പോയിന്റ് എത്ര കിട്ടിയ? എത്ര 10 കിട്ടിയ? 10 എത്ര കിട്ടിയ വാല്യൂ? 2.8 meter. It will be the H star value. Okay. മൊഡ്യൂൾ 5-ന്റെ ഒരു അസൈൻമെന്റ് നിങ്ങൾ തന്നിട്ടുള്ളൂ. ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട് വെക്കാൻ. അതൊന്ന് ഇപ്പൊ എഴുതിയിട്ട് ഇന്നലെ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി മൊഡ്യൂൾ 5-ന്റെ ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻ എഴുതി. Derive the von Karman momentum integral equation. Okay, മൊഡ്യൂൾ 5-ന്റെ അസൈൻമെന്റ് 5 ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യും. ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാം. എത്രയേ ഉള്ളൂ? ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് തന്നെ ഒരു 6:30 മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്യണേ. ഇപ്പൊ ഇരുന്ന് ഇപ്പൊ സമയമുണ്ട്, ഇപ്പൊ എഴുതി തീർക്കാവുന്നേ ഉള്ളൂ. ആ തന്നെ എൻ്റെ അടുത്ത് നോട്ടോ സ്ലൈഡ് എടുത്ത് വെക്കുക. സ്ലൈഡിലുണ്ട് കൃത്യമായിട്ട്. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? അന്ന് എഴുതിക്കോ.
അറ്റൻഡൻസ് പറഞ്ഞ ആകാശ്, sir. അഖിൽ, Present, sir. അമീൻ, അനിരുദ്ധ്, Present, sir. കാർത്തിക്, ലാദിൻ, Present, sir. ഷഹസാദ്, Present, sir. മുത്താസിം, Present, sir. അസഫ്, ഫർദീൻ, ഫർദീൻ, ഫത്തേഹ്, Present, sir. സമ, സിയാൻ, നിഷാദ്, Present, sir. നിവേദ്, Present, sir. പ്രത്യുഷ്, Present, sir. പ്രത്യുഷ് ഉണ്ടോ? ഇല്ലല്ലോ. രാഹുൽ, Present, sir. തരുൺ, Present, sir. സൗരാഗ്, Present, sir. സൗരവ്, ശ്രീരാഗ്, വിഷ്ണു, Present, sir. വിഷ്ണുവൻ, Present, sir. ധർമ്മേഷ്. Present, sir. ഓക്കെ. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യും. ഫർദീന, നീ ഇത്രയും നേരം ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഓണാക്കി വെച്ചിട്ട് പോയാൽ അറ്റൻഡൻസ് ഇടാൻ പറ്റില്ല ഫർദീന. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ 6:30 മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം.
സർ ഫർദീന്റെ മൈക്കോൺ ആവുന്നില്ല. ഫർദീന്റെ മൈക്കോൺ ആവുന്നില്ല. ഫർദീനെ ഞാൻ ക്ലാസ് തുടങ്ങിയാലും മുതൽ ഞാൻ വിളിക്കുന്നുണ്ട്. മൈക്ക് ഓൺ ആവുന്നില്ല, മെസ്സേജ് ഇടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ക്ലാസ് തുടങ്ങിയാലും മുതൽ ഞാൻ നോക്കുന്നതാണ്. മൈക്ക് ഓൺ ആക്കാൻ അറ്റൻഡൻസിന്റെ സമയം മൈക്ക് ഓൺ ആക്കി സംസാരിക്കാൻ നോക്കിയത്. അതിന് മുമ്പേ ഞാൻ അവനെ വിളിക്കുന്നുണ്ട്, ക്ലാസ് തുടങ്ങിയ ടൈം മുതൽ. ഇവിടെ ഇരുന്നിട്ട് തന്നെ എഴുതണേ അത്, പിന്നെ അങ്ങോട്ടേക്ക് ഉണ്ടാക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ സമയം തരുന്നത് നിങ്ങൾക്ക്. അത് എഴുതി ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ഫോൺ ഓണാക്കി വെച്ചിട്ട് പോവാൻ നിൽക്കണ്ട.
അപ്പൊ ഓക്കേടാ, അത് തന്ന അസൈൻമെന്റ് ഒന്ന് വൈകുന്നേരത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ശരി, താങ്ക് യു. Okay, sir. Yes.